പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പരീക്ഷാ പരിഷ്കരണ ഭേദഗതി ബിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ നിർബന്ധിതരായത് എന്നത് പ്രധാനമാണ്. ക്രമക്കേട് നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി ഇനി ഒരു ശക്തിയും അപഹരിക്കരുതെന്ന് പ്രധാനമന്ത്രിക്ക് നിർബന്ധമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ചരിത്രപരമായ നിയമനിർമ്മാണമെന്നാണ് മന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. UPA സർക്കാരിന്റെ കാലത്ത് നടന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പ്രതിപക്ഷത്തിന് നേർക്ക് വിമർശനം ഉന്നയിച്ച് സ്വയം പരിഹാസ്യനാകുന്നതും ഇന്ന് സഭ കണ്ടു. വളരെ ശക്തമായ നിയമമായിരിക്കും വരികയെന്നും വേഗത്തിൽ നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ബിൽ ചർച്ചയോട് സഹകരിക്കുന്നുണ്ട്. നിലവിൽ 8 മണിക്കൂർ ചർച്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ അത് 10 മണിക്കൂർ വരെ നീട്ടാൻ സർക്കാർ സന്നദ്ധമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നിരയിൽ നിന്ന് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് കോൺഗ്രസിന്റെ യുവ നേതാവ് ഗൗരവ് ഗൊഗോയിയാണ്. CJP സമരത്തെ സർക്കാർ നേരിട്ട നടപടിയെ അതീവ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് ഗൗരവ്. ആഭ്യന്തരമന്ത്രി എവിടെയെന്ന് തുടർച്ചയായി ചോദിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ MP. ഇതിനിടയിൽ ശ്രദ്ധേയമായ ഒരു നീക്കം നടത്തിയത് പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളുമായ NK പ്രേമചന്ദ്രനാണ്. മന്ത്രിയുടെ ബിൽ അവതരണത്തിന് തൊട്ടു പിന്നാലെ എണീറ്റ പ്രേമചന്ദ്രൻ ബില്ലിൽ വളരെ സുപ്രധാനമായ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ ഭാവി തലമുറയെ പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിയമമാണെന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. രാജ്യമൊന്നാകെ ആശങ്കയോടെ കണ്ട ഒരു വിഷയമാണിത്. രാജ്യത്തെ ജനങ്ങളും വിദഗ്ധരും അടക്കം ഈ വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ബിൽ പൊതുജനാഭിപ്രായത്തിന് വിടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിലൂടെ ബിൽ കൂടുതൽ മികച്ചതാക്കാമെന്നും പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ച തടയാനായി സർക്കാർ അവതരിപ്പിച്ച പുതിയ ഭേദഗതികൾ കണ്ണിൽ പൊടിയിടൽ എന്നാണ് ഗൗരവ് ഗൊഗോയ് തന്റെ പ്രസംഗത്തിൽ പരിഹസിച്ചത്. പരീക്ഷാ ക്രമക്കേടിൽ NDA തലവനെ ആരാണ് സംരക്ഷിക്കുന്നതെന്നും NDAയുടെ ഡയറക്ടർ ജനറലിനെ മാറ്റിയിട്ടും ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായ NDA തലവനെ മോദി സർക്കാർ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുള്ളതുകൊണ്ടാണോ എന്നും ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നുണ്ട്. UPA ഭരണകാലത്ത് 22 തവണയാണ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതെന്ന് BJP MP ബാൻസുരി സ്വരാജ് തിരിച്ചടിച്ചു. ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി മോദി സ്വയം രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അഖിലേഷ് യാദവ് MP വിമർശിച്ചത്. സർക്കാർ ഭയപ്പെടുമ്പോൾ ജനകീയ ആവശ്യങ്ങൾക്ക് വഴങ്ങുമെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി. ചർച്ചയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ വാക്പോരാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ കണ്ടത്. 10 മണിക്കൂർ നീളുന്ന ചർച്ച ഉടനീളം ഇത്തരത്തിൽ ഏറ്റുമുട്ടലായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലോക്സഭയിലെ ചർച്ചയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. This is a very important bill concerning the future generation of the country. The youth and students were on strike and the entire country is concerned about this subject matter. So very important issue. The people of the country, people in the country who like to make so many suggestions, experts who like to submit so many suggestions. So my amendment to the motion moved by the Honourable Minister is that the bill be circulated for the purpose of eliciting public opinion thereon by 1st December 2026 so that the bill can be made more fruitful. I am moving the amendment. Okay. Shri Gaurav Gogoi. धन्यवाद अध्यक्ष महोदय। इस बिल पर प्रारंभ करने से पहले मैं आपका ध्यान असम में हुए बाढ़ और वहां पर लगभग 70 व्यक्तियों की मौत की तरफ आकर्षित करता हूं और इस सदन से बड़ी पीड़ा मन से, बड़े दुखी मन से केंद्र सरकार से असम के लोगों के लिए एक विशेष पैकेज की मैं गुजारिश करता हूं। सर, मैं शुरुआत करता हूं इस बिल से। और अभी हमने आदरणीय मंत्री जी का वक्तव्य सुना और उनके बात और इस संशोधन वाले बिल का विवरण पढ़ के साफ साफ पता चल जाता है कि ये सरकार शिक्षा विभाग को लेकर गंभीर नहीं है, सुधार नहीं लाना चाहती। ये सिर्फ एक दिखावा का बिल है, क्योंकि ये बिल एक संशोधन बिल है। आज से 2 साल पहले ये बिल लाया गया था, पब्लिक एग्जामिनेशंस प्रिवेंशन ऑफ अनफेयर एक्ट 2024। उस समय में भी एक UGC ये नीट के 2024 के परीक्षा को लेकर पूरे देश भर में लोगों के मन में व्यापक चिंता थी। उस समय में भी इसी तरह आज जैसे मंत्री जी कह रहे हैं
सरकार ने इस बिल का इंट्रोडक्शन करते हुए ये कहा कि ये बहुत ही एक ऐतिहासिक कदम है, एक बहुत बड़ा कदम है और इससे शिक्षा विभाग सुधरेगा और इससे परीक्षा में जो पेपर लीक होते हैं अब नहीं होगा, अब किसी का साहस नहीं होगा। ऐसे ऐसे कड़े दंड उस समय सरकार ने कहा कि 2024 के बिल में वो लाए हैं। तो जो 2024 के नीट यूजी पेपर लीक पे जो तहकीकात हुई, जो इन्वेस्टिगेशन हुआ, मैं पढ़ना चाहता हूं उसकी स्थिति आज क्या है, ताकि पता तो चले कि यह सरकार 2 साल पहले जो नीट परीक्षा को लेकर जो व्यापक भ्रष्टाचारी हुई उसको लेकर यह सरकार कितनी गंभीर है। बहुत दुख के साथ मैं कहना चाहता हूं कि एक अखबार में आर्टिकल आया 2026 में कि जो 45 व्यक्ति थे जो चार्जशीट हुए थे नीट यूजी 2024 पेपर लीक के मामले में, 45 में से 44 को बेल मिल चुका है। यह है इनकी गंभीरता, यह है इनके छात्रों के प्रति इनकी संवेदना। जो मूल व्यक्ति है जिसको मास्टरमाइंड कहा जाता है, संजीव मुखिया, 11 महीने तक वो फरार था, 11 महीने तक सरकार उसको पकड़ नहीं पाई। अप्रैल 2025 में वो फाइनली उसका गिरफ्तार हुआ और फिर उस मामले में उसको बेल मिल गया। उस मामले में उसको बेल मिल गया। मई 6, 2025 एक दूसरे व्यक्ति रंजीत कुमार बरुआ जो करियर एकेडमी एजुकेशन ट्रस्ट के चेयरमैन है, वो बेल। एक अमित कुमार सिंह जो पेपर सॉल्वर के गैंग में था, उसको मई 7, 2025 को उसको बेल। एक पंकज कुमार जो कैंडिडेट्स को वो सारे कागज लीक करता था मोबाइल फोन के द्वारा, मई 15, 2025 उसको बेल। राकेश जिसका ये आरोप था कि उसने प्रश्न कागज को उसकी चोरी की, उसको बेल। तो ऐसे एक लंबा ब्यौरा है, चाहे वो अमित प्रसाद महाराणा का हो या धीरेन्द्र कुमार पांडा का हो। तो ये कानून उस समय भी विफल था और ये कानून जिस मंशा से आज ला रही है आज भी ये विफल होगा। ये कानून आपकी विफलता का स्मारक है, क्योंकि ऐसे कानून 2024 के में लाने के पश्चात भी 2026 में तो लीक हुआ ना सर।